2025 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിരാശാജനകമായ പ്രകടനമായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റേത്. പ്ലേ ഓഫ് കാണാതെ പുറത്തായ രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ലീഗ് ഘട്ടത്തിലെ 14 മത്സരങ്ങളിൽ നിന്ന് 4 വിജയങ്ങൾ മാത്രമാണ് രാജസ്ഥാന് നേടാനായത്. ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ പരിക്കും ഫിറ്റ്നസ് പ്രശ്നങ്ങളും മറ്റ് താരങ്ങളുടെ ഫോം ഔട്ടും ഈ സീസണിൽ ടീമിന് ശരിക്കും തിരിച്ചടിയായി. സീസൺ കഴിഞ്ഞതിന് പിന്നാലെ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ടേക്കുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. സഞ്ജു ട്രേഡ് വഴി ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തുമെന്നായിരുന്നു വിവരങ്ങൾ. സഞ്ജുവിനെ വാങ്ങുന്ന ചെന്നൈ പകരം 2 താരങ്ങളെ രാജസ്ഥാൻ റോയൽസിന് നൽകുമെന്നും വാർത്തകൾ വന്നു. ധോണിക്ക് പകരം പുതിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററെ അന്വേഷിക്കുന്ന ചെന്നൈ സഞ്ജുവിനെയാണ് ഈ സ്ഥാനത്തേക്ക് നോട്ടമിട്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വന്ന സാഹചര്യത്തിൽ സഞ്ജു ചെന്നൈയിലെത്തും എന്ന് സൂചിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിന് സഞ്ജുവിന്റെ ഏജന്റ് ലൈക്ക് അടിക്കുക കൂടി ചെയ്തതോടെ ആരാധകർ ഈ നീക്കം ഉറപ്പിക്കുകയായിരുന്നു. സഞ്ജുവിന്റെ ട്രേഡുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങൾ പുറത്തുവരുന്നതിനിടെ മറ്റൊരു റോയൽസ് താരം രാജസ്ഥാൻ റോയൽസിൽ നിന്ന് പുറത്തേക്ക് പോയേക്കുമെന്ന സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 2022 മുതൽ രാജസ്ഥാൻ റോയൽസിനൊപ്പമുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുവ് ജൂറൽ അടുത്ത സീസണിന് മുമ്പ് ടീം വിട്ടേക്കുമെന്നാണ് സൂചന. ഇക്കഴിഞ്ഞ മെഗാലേലത്തിന് മുമ്പ് 14 കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് ടീമിൽ നിലനിർത്തിയ താരമാണ് ജൂറൽ. എന്നാൽ നിരാശാജനകമായ പ്രകടനമായിരുന്നു താരത്തിൻ്റെത്. 14 കളികളിൽ നിന്ന് 333 റൺസായിരുന്നു ജൂറൽ ഈ സീസണിൽ നേടിയത്. ഇത്തവണ രാജസ്ഥാൻ ഫിനിഷറായി ഉപയോഗിച്ച താരത്തിന്റെ മോശം പ്രകടനം പല കളികളിലും റോയൽസിന്റെ പരാജയത്തിന് കാരണമാവുകയും ചെയ്തു. 2023 സീസൺ IPL-ൽ 13 കളികളിൽ നിന്ന് 152 റൺസും 2024 സീസണിൽ 15 കളികളിൽ നിന്ന് 195 റൺസുമാണ് താരം നേടിയത്. തുടർച്ചയായ 3ാം സീസണിലും ജൂറൽ നിരാശപ്പെടുത്തിയതോടെ താരത്തിന്റെ കാര്യത്തിൽ കടുത്ത തീരുമാനമെടുക്കാൻ റോയൽസ് മാനേജ്മെന്റ് ശ്രമിച്ചേക്കും. ജൂറലിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയാൽ പേഴ്സിൽ 14 കോടി രൂപ നേടാൻ രാജസ്ഥാൻ റോയൽസിന് സാധിക്കും. ഇത് അടുത്ത ലേലത്തിൽ ടീമിന് ഗുണകരമായേക്കും. ജൂറലിനെ റിലീസ് ചെയ്യുകയോ ട്രേഡ് ചെയ്യുകയോ ചെയ്താൽ പേഴ്സിലെത്തുന്ന തുകയ്ക്ക് ഒരു മികച്ച വിദേശ ഫിനിഷറെ വാങ്ങാൻ റോയൽസിനാക്കും. ഇത് ടീം ബാലൻസ് കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. രാജസ്ഥാൻ റോയൽസ് വിടുന്നതായിരിക്കും ജൂറലിന്റെ കരിയറിനും നല്ലത്. നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ 1ാം നമ്പർ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ആണ്. സഞ്ജു ടീമിലുണ്ടെങ്കിൽ ജൂറലിന് വിക്കറ്റ് കീപ്പർ ആകാൻ രാജസ്ഥാൻ റോയൽസിൽ അവസരം ലഭിക്കില്ലെന്ന് ഉറപ്പാണ്. നിലവിൽ IPL ടീമുകളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ് ടീമുകൾക്ക് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരെ ആവശ്യമുണ്ട്. ജൂറലിനെ ഒഴിവാക്കാൻ രാജസ്ഥാൻ റോയൽസ് തീരുമാനിക്കുകയാണെങ്കിൽ ഈ 2 ടീമുകളും താരത്തിനായി രംഗത്തുണ്ടാകും. വമ്പൻ തുക തന്നെ ലഭിച്ചേക്കും. എന്തായാലും 2025 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിരാശപ്പെടുത്തിയ രാജസ്ഥാൻ റോയൽസ് വൻ തിരിച്ചുവരവാണ് അടുത്ത സീസണിൽ ലക്ഷ്യം വെക്കുന്നത്. ഇക്കുറി മോശം പ്രകടനം നടത്തിയ ചില കളിക്കാരെ രാജസ്ഥാൻ ടീമിൽ നിന്ന് ഒഴിവാക്കുമെന്ന കാര്യവും ഉറപ്പാണ്. ഇതിൽ ജൂറൽ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. സഞ്ജുവിന്റെ ടീം മാറ്റവുമായി ബന്ധപ്പെട്ടും സ്ഥിരീകരണങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കേണ്ടതുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.